الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا وحبيبنا محمد وعلى آله وأهل بيته وصحبه أجمعين. أما بعد. പ്രിയമുള്ള ഉസ്താദുമാര്, കമ്മിറ്റി ഭാരവാഹികളെ, കാരണവന്മാര്, ജ്യേഷ്ഠാനിയന്മാര്, കുഞ്ഞുമക്കളെ, നമ്മൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട ബദരീങ്ങൾ, അവരെ കുറിച്ച് സ്മരിക്കുന്ന ഓർമ്മ പുതുക്കാനും അതുപോലെ തന്നെ അവരുടെ മൗലിദ് ശരീഫിൽ പങ്കെടുക്കാനും പുണ്യം നേടാനും ഒക്കെയാണ്. നമ്മുടെ ഈ സംരംഭത്തിലേക്ക് ഒരുപാട് ആളുകൾ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാനസികമായും ശാരീരികമായും ഒക്കെ ഇതുമായി സഹകരിക്കുന്നത്, അതൊക്കെ പല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറാൻ വേണ്ടിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ബദരീങ്ങളെ കൊണ്ട് നമുക്ക് ഖിയാമത്ത് നാൾ വരെ നേടിയെടുക്കാൻ പറ്റും എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ്. ഒരുപാട് അനുഭവങ്ങൾ ബദരീങ്ങളുടെ പേരിൽ നമ്മൾ നേർച്ചയാക്കി ആ കാര്യങ്ങൾ നിർവഹിച്ചത് കൊണ്ട് നടന്നതായ സംഭവങ്ങൾ നമുക്കറിയാം. ബഹുമാനപ്പെട്ട ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ച്, ഒരിക്കലും അതൊരു അങ്ങോട്ട് ചെന്നുള്ള യുദ്ധമായിരുന്നില്ല. പലപ്പോഴും നമ്മള് പറയാറുള്ളതാണ്, ഇതുപോലെ സദസ്സിലൊക്കെ ഒരുമിച്ച് കൂടുന്ന ആളുകൾ എല്ലാ വർഷവും ബദരീങ്ങളെ കുറിച്ച് കേൾക്കുന്നതാണ്. ഇന്ന് നമ്മൾ ബദരീങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ ഇന്ന് ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇതിനോട് ഒരു തുല്യതയുള്ള ഒരു യുദ്ധം എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഈ യുദ്ധം വേണ്ട എന്ന് അബൂ സുഫിയാൻ, അഥവാ നമുക്കറിയാം മക്കയിൽ നിന്ന് മദീനയിലേക്ക് നാടും വീടും വിട്ടുപോന്ന മുഹാജിറുകൾ, അവരുടെ ഇഷ്ടംപോലെ സ്വത്തുക്കൾ, അവരുടെ കൃഷികൾ, മൃഗങ്ങൾ, വീടുകൾ, അവരുടെ ഒരുപാട് സ്വത്തുക്കൾ, എല്ലാ സ്വത്തുക്കളും അവിടെ മക്കയിൽ ഉപേക്ഷിച്ചാണ് അവർ പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ഇവരുടെ സ്വത്തുക്കൾ മുഴുവനും അവിടെയുള്ളവർ കൈയടക്കി. അങ്ങനെ ആ സ്വത്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഷാമിലേക്ക് കച്ചവടത്തിനുള്ള ഒരു സംഘം തിരിച്ചത്. അത് തടയാൻ വേണ്ടി വിവരം കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. തിരിച്ചു വരുന്ന സമയത്ത് എങ്കിലും അവരെ തടയാം, അവരിൽ നിന്ന് ആ സ്വത്തുക്കൾ തിരിച്ചെടുക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ അതും എങ്ങനെയോ വിവരം മണത്തറിഞ്ഞ് അബൂ സുഫിയാൻ മറ്റൊരു വഴിയിലൂടെ പോയ കാരണം കൊണ്ട് അതും നടന്നില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഇവരെ പിടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് എന്ന് വിവരം കിട്ടിയപ്പോൾ അബൂ സുഫിയാൻ മക്കയിലേക്ക് വിവരം കൊടുത്തിരുന്നു. നമുക്കറിയാം, ആ സംഭവമൊക്കെ വളരെ വിശാലമായ സംഭവമാണ്, അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. അംറുൽ ഗിഫാരി എന്ന ഒരു വ്യക്തിയെയാണ് അങ്ങോട്ട് പറഞ്ഞയച്ചത്. പക്ഷെ പിന്നീട് ഇവര് വഴി തിരിഞ്ഞു പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും സ്വഹാബത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നറിഞ്ഞപ്പോ ഈ യുദ്ധം വേണ്ട, ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട എന്ന് മക്കയിലുള്ള മുശ്രിക്കീങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ എന്തായാലും അവിടെ പോകും, അവിടെ 3 ദിവസം താമസിക്കും, മുഹമ്മദിനെയും അവരുടെ അനുയായികളെയും തകർക്കും, കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട അബൂജഹലിന്റെ നേതൃത്വത്തിൽ വെറും അഹങ്കാരം കൊണ്ട് മാത്രം. ഇന്ന് നമ്മൾ കൂട്ടി വായിക്കുകയാണെങ്കിൽ ട്രംപും ജൂതന്മാരുടെ പിശാചുക്കളുടെ നേതാവായ നെതന്യാഹു, ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കന്മാർ മുഴുവനും അവനോട് പറഞ്ഞു ആക്രമണം വേണ്ട പറഞ്ഞു. അത് കേട്ടില്ല. എന്തിന് സ്വന്തം ജനത പോലും പറഞ്ഞിട്ടുണ്ട് ഈ ആക്രമണം വേണ്ട, ഒരിക്കലും വേണ്ട. പക്ഷേ അവർക്ക് ആക്രമിച്ചേ മതിയാവും. നമുക്കറിയാം, ഇതിനു മുമ്പ് ഇറാഖിലുണ്ടായ ആക്രമണം, ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് അവിടെ സദ്ദാം ഹുസൈന്റെ അടുത്ത് അണുബോംബ് ഉണ്ട്, രഹസ്യമായ ബോംബുകളൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള നിർമ്മാണങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്ന് ഒരു റിപ്പോർട്ട് കിട്ടിയതിന്റെ പേരിലാണ് ജോർജ് ബുഷ് അന്ന് ഈ ആക്രമണം നടത്തിയത്.
എന്നിട്ട് നമ്മളതൊക്കെ നേരിട്ട് കണ്ടതാ, ഒരുപാട് കണ്ടതാണ്, നമ്മൾ അറിഞ്ഞതാണ് വാർത്തകളിലൂടെ. 10 ലക്ഷത്തോളം ആളുകളെ കൊന്നൊടുക്കിയിട്ട് അവസാനം പറഞ്ഞതെന്താ? ആ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് അത് പിഴച്ചതായി ഞങ്ങൾക്ക് തെറ്റിദ്ധാരണ കൊടുക്കുകയാണ്. ആലോചിച്ച് നോക്കണം, 10 ലക്ഷം ആളുകളെ കൊന്നതിന് ശേഷം പറയാം ഇത് ഞങ്ങൾക്കൊരു തെറ്റിദ്ധാരണ കൊടുക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും പിന്നീട് അഫ്ഗാനിസ്ഥാനിലും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇറാനിലും നടക്കാൻ പോകുന്നതൊക്കെ തന്നെയാണ്. അവരുടെ പക്കൽ മാത്രമേ അണുബോംബുകളും മറ്റും പാടുള്ളൂ, ഞങ്ങൾക്ക് മാത്രമേ അതിന് അവകാശമുള്ളൂ, മറ്റുള്ള ആർക്കും ഇതിന് പറ്റൂല എന്ന രീതിയിലുള്ള ഒരു അഹങ്കാരം, അതിന്റെ പേരിൽ ആണ് ഈ ആക്രമണവും അതുപോലെ തന്നെ പിഞ്ചുമക്കൾ സ്കൂളിന് മുകളിലൊക്കെ മിസൈലുകളും ബോംബുകളും വർഷിച്ചുകൊണ്ട് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതേ ഒരു സംഭവം തന്നെയാണ് ബദർ യുദ്ധത്തിന് വന്ന് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ബദർ യുദ്ധത്തിൽ നമുക്കറിയാം, ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും അങ്ങോട്ട് ചെന്നൊരു ആക്രമണം നടത്തിയിട്ടില്ല. ഇവിടെ മദീനയിലേക്ക് വന്നിട്ടും അവരുടെ സ്വത്തുക്കളൊക്കെ അവരെടുത്തു, അവരത് ഉപയോഗപ്പെടുത്തുന്നു. പക്ഷെ എന്നിട്ടും അവരങ്ങോട്ട് പോയി ആക്രമിച്ചിട്ടില്ല. ഇവിടെ വന്ന് മദീനയിലേക്ക് ഇവർ ഇത് ചെയ്യുന്നത് പോലെ അധിനിവേശം നടത്തിയിട്ട് മദീനയിലേക്ക് അവർ കടന്നു വന്നിട്ട് ഇവരുടെ സ്വത്തുക്കളും ഇവിടെ വന്ന് ഉണ്ടാക്കിയ കൃഷികളൊക്കെ കത്തിച്ച് നശിപ്പിക്കുക, അതുപോലെ തന്നെ ഇവരുടെ മൃഗങ്ങളെ മേയാനുള്ള മൃഗങ്ങളെയൊക്കെ കൊന്നൊടുക്കുക, അതുപോലെ തന്നെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഭീഷണിപ്പെടുത്തുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എല്ലാ സ്വത്തുക്കളും കുടുംബവും നാടും ജനിച്ചോളും എല്ലാം വിട്ടു പോന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ഇവിടെ മദീനയിൽ വന്നിട്ട് ആക്രമിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് അതിനെ പ്രതിരോധിച്ചത്. എന്നാൽ അള്ളാഹുവിന്റെ വലിയ സഹായം കൊണ്ട് ഇവരുടെ ഈമാനിന്റെ ശക്തി കൊണ്ട് മലക്കുകളെ പറഞ്ഞയച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ മുസ്ലിമീങ്ങൾക്ക് വിജയം നൽകുകയാണ്. ഒരു സ്വഹാബി പറയുന്നുണ്ട്, قال أبو واقد الليثي إني لأتبع يوم بدر رجلا من المشركين. അവിടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മലക്കുകൾ വന്ന് ഈ യുദ്ധക്കളത്തിൽ ഇറങ്ങി യുദ്ധം ചെയ്തതിനുള്ള തെളിവുകളായിട്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ബദറിൽ ഒരു മനുഷ്യനെ, മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാളെ ഇങ്ങനെ പിന്തുടരുകയാണ്, ഇതിനു വേണ്ടി കൊല്ലാൻ വേണ്ടി. ഞാൻ അവരെ കൊല്ലും, അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നാലെ പോവാം. എന്റെ വാള് അവിടെ എത്തുന്നതിന് മുന്നേ പിന്നാലെ വെട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ ഓടാണ് ഓൻ പിന്നാലെ. അപ്പൊ ഞാൻ അവിടെ എത്തുന്നതിന് മുന്നേ ഇങ്ങനെ തല തെറിച്ചു. മനസ്സിലാക്കണം ധാരാ. അതുപോലെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഞാനല്ലാത്ത വേറെ ആരോ ആണ് കൊന്നത്, ഒരു അദൃശ്യ ശക്തി വന്ന് കൊന്നതാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ബദർ യുദ്ധത്തിൽ നടന്ന സംഭവങ്ങൾ കാണാൻ പറ്റും. അങ്ങനെ അള്ളാഹുവിന്റെ മലക്കുകള്, അപ്പൊ നമ്മൾ ബദരീങ്ങളായിട്ട് 313 ആളുകളെ കണക്കാക്കുമ്പോ അതേപോലെ ശ്രേഷ്ഠതയുള്ള ബദരീങ്ങളെ കുറിച്ച് പറയുന്നത് എന്താ? ഒരിക്കലും അവര് നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ബദരീങ്ങളെ കുറിച്ച് പറഞ്ഞു. സന്ധിയിലും അതുപോലെ തന്നെ ബദറിലും പങ്കെടുത്ത ഒരാളും തന്നെ നരകത്തിൽ കടക്കുകയില്ല, ഒരിക്കലും കടക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോ ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിച്ചിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട്, നിങ്ങളുടെ കൂട്ടത്തിൽ ബദരീങ്ങളുടെ പവർ എന്താണോ അതേപോലെയുള്ള പവറാണ് അന്ന് ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്ക് ഞങ്ങൾക്കിടയിലും. അപ്പൊ മലക്കുകളും ആ ബദരീങ്ങളുടെ കൂട്ടത്തിൽ മലക്കുകളുണ്ട്, അതും നമ്മൾ ഈ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും അതേ പദവി, മലക്കുകൾക്കറിയാം നമ്മളെക്കാൾ പദവിയുള്ളവരാണ്. അങ്ങനെ ബദറിൽ പങ്കെടുത്ത മനുഷ്യർക്ക് എത്രമാത്രം മറ്റുള്ളവരുടെ കൂട്ടത്തിൽ പങ്കുണ്ടോ, പദവിയുണ്ടോ, അതേ പദവി മലക്കുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കിടയിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. റമളാനിനെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരെ അല്ലാഹു തആല നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കഴിഞ്ഞ ഇന്നലെ വെള്ളിയാഴ്ച നമ്മൾ വായിച്ചിരുന്നു ഈ മജ്ലിസിലേക്ക്, നമ്മുടെ നേർച്ചയിലേക്ക്